നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതൊരു ദീർഘകാലത്തേക്ക് നിലനിൽക്കാതെ കൊണ്ടുപോകേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. നമ്മളിലെ ഓരോ വ്യക്തിക്കും, അത് സ്ത്രീയോ പുരുഷനോ ആരുമാവട്ടെ, നമ്മൾ എത്ര മോശം എന്ന് പറയുന്ന ആളാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു നല്ല ഭാഗം ഉണ്ടായിരിക്കും. അത് പങ്കാളി കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെയൊക്കെ റിലേഷനിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. പുരുഷനായാലും സ്ത്രീയായാലും ആഫ്റ്റർ മാരേജ് പലരും വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവാണ്, എനിക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ഭാര്യയാണ്, എനിക്ക് വെച്ച് വിളമ്പി തരേണ്ടവളാണ് എന്നു മാത്രമാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു വ്യക്തിയെ വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ വാങ്ങി തൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്ന പോലെ ഒരിക്കലും ഒരു പാർട്ട്ണറോട് നിങ്ങൾ പെരുമാറരുത്. അവർ ഒരു വസ്തുവല്ല, ഒരു മനുഷ്യനാണ്. അവർക്കും അവരുടേതായ വിചാരങ്ങളും വികാരങ്ങളും ഐഡിയാസും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഏതൊരു വ്യക്തിക്കും അവൻ്റേതായൊരു പേഴ്സണൽ സ്പേസ് കൊടുത്തേ മതിയാകൂ. അവൻ അല്ലെങ്കിൽ അവൾക്ക് തൻ്റെ സമയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ ഇടം കൊടുക്കുമ്പോഴാണ് ബന്ധം കൂടുതൽ ആരോഗ്യകരമാകുന്നത്. നമ്മുടെ പാർട്ട്ണർ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ നോക്കി നല്ലത് എന്ന് പറയുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതു തിരക്കിനിടയിൽ നിന്നാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ അത് നമ്മുടെ സംസാരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു ട്രിപ്പ് പോകുന്നതിൽ ആയിരിക്കും. ഇങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി ആ ബന്ധം ആഴവും കരുതലും ഉണ്ടാകും. അതായത് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നത് ദൂരമല്ല, മറിച്ച് വിശ്വാസവും സ്നേഹവും ഇരട്ടിയാക്കുന്ന ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കി രണ്ടുപേരും മുന്നോട്ട് സഞ്ചരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.